ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് താനീ പറഞ്ഞു വരുന്നത്? സാർ ഒരു പുനരന്വേഷണത്തിന് തയ്യാറാണോ സാർ? തനിക്ക് ശരിക്കും വട്ടാണ്. ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വെടിപ്പായിട്ട് തന്നെയാണ് ഞാൻ ഈ കേസ് ക്ലിയർ ചെയ്തത്. അയാളുടെ അമേരിക്കക്കാരൻ ചെക്കൻ വരെ ഈ കേസിൽ വളരെ സാറ്റിസ്ഫൈഡാണ്. അപ്പോഴാ ഈ കേസുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ലാത്ത താൻ റിവ്യൂ ഹർജിന്ന് പെറ്റീഷനൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നു. വെറുതെ സമയം മെനക്കെടുത്ത്. മോൻ പോയേ. പോട്ടെ സാറേ. ശരിയാക്കാന്ന് പറഞ്ഞില്ലേ സാറേ? നിന്ന് ഞാൻ സാറേ തന്നെ പറഞ്ഞു സാറിനെ കാണാമെന്ന്. സാറേ ഞാൻ അതല്ല സാർ എൻ്റെ സാറിനെ കാണിച്ചില്ല സാറേ. സാറിൻ്റെ പറയാം ശരിയാക്കാം സാറിന്. താൻ ഈ പെറ്റീഷൻ മാറ്റി വെച്ചേരും. ശരി സാർ. അവൻ്റെ ഒരു പുനരന്വേഷണം. മോളെ 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 ജാസ്മി, നീ വാതിൽ തുറക്ക്, വാതിൽ തുറക്ക് മോളെ. നീ നേരത്തെ പോന്നോ? ആ ആൻറ്റി, ദാ അമ്മ വന്നിട്ടാ. അങ്കിളെ, ജാസ്മിൻ ചേച്ചി എവിടെ? അവള് മുറിയടച്ച് ഒരേ ഇരിപ്പാ. നീ ഇന്ന് പോകുന്നുണ്ടോ? നീ ഇന്ന് പോകുന്നില്ലെങ്കിൽ 2 ദിവസം കൂടെ നിൽക്ക്. ഞാൻ പെങ്ങളേച്ചിയോട് വിളിച്ച് പറയാം. ഓക്കെ. എന്തുവാടേ, പുണ്യൊന്നുമല്ല ചെയ്യുന്നത്. എടുക്കെടുക്ക്. വേഗം എടുത്തേ. ഞങ്ങൾ ദൈവത്തെ പോലെയാണ് സാറിനെ വിചാരിച്ചിരിക്കുന്നത്. ദൈവമല്ല മൂപ്പിലെ കാശവൻ. പ്രതി 10/31 രവീന്ദ്ര മേനോൻ. യെസ് യുവർ ഓണർ, മാന്യമായി അധ്വാനിച്ച് തന്റെ ചെറിയ ഹോട്ടൽ സ്ഥാപനം നല്ല നിലയിൽ നടത്തിപ്പോകുന്ന ദിവാകര പൊതുവാളിനെ ക്രൂരമായി കൊല ചെയ്ത ഈ നിൽക്കുന്ന പ്രതി നിയമത്തിന്റെ മുന്നിൽ യാതൊരു ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല. ഈ നഗരമധ്യത്തിൽ കഴിഞ്ഞ 30ലധികം വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന ദിവാകര പൊതുവാളിന്റെ ഹോട്ടൽ അടച്ചുപൂട്ടിക്കാൻ മുൻപും പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. തന്റെ പിതാവിന്റെ ഹോട്ടൽ ബിസിനസ് ശൃംഖല ഈ നഗരത്തിൽ വളർത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. അത് ഫലം കാണാതെ വന്നതിനെ തുടർന്ന് പ്രതി കരുതിക്കൂട്ടി ചെയ്ത കൊടും കൊലപാതകമാണിതെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മുൻപ് സമാനമായ പല കേസുകളിലും പ്രതി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. എങ്കിലും പണവും സ്വാധീനവും ഉപയോഗിച്ച് നിയമത്തിന്റെ പിടിയിൽ നിന്ന് പ്രതി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും കുറ്റവാസനയും ഇതിൽ നിന്നും കോടതിക്ക് വ്യക്തമാണ്. തികച്ചും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഈ അരുംകൊല ചെയ്ത പ്രതി രവീന്ദ്ര മേനോന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്ന് ഈ കോടതിയോട് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. താങ്ക് യു. പ്രതിഭാഗം വക്കീലിന് കൂടുതൽ എന്തെങ്കിലും? യുവർ ഓണർ, ഈ കുറ്റവാസന, ക്രിമിനൽ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞ് ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാട് കൃത്യമായ തെളിവുകളോ ക്രെഡിബിലിറ്റിയുള്ള സാക്ഷികളോ ഇല്ലാത്ത കേസുകളിൽ പ്രോസിക്യൂഷൻ കളിക്കുന്ന ഒരു സ്ഥിരം നാടകമാണ്. യുവർ ഓണർ, കുറ്റകൃത്യം നേരിട്ട് കണ്ടുവെന്ന് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ മൊഴി നൽകിയിട്ടുള്ള ഈ കേസിലെ 1ാം സാക്ഷി വട്ടകത്തിൽ ഗോവിന്ദൻകുട്ടിയെ ഒരിക്കൽ കൂടി വിസ്തരിക്കാൻ സമക്ഷത്തിൽ നിന്ന് അനുവാദമുണ്ടായാൽ എന്റെ കക്ഷിയുടെ നിരപരാധിത്വം ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാവുന്നതാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഔട്ട് ഓഫ് പ്രൊസീജിയർ. Your Honor, an application for re-examination of PW1. ബഹുമാനപ്പെട്ട കോടതിയെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കേസ് ശ്രദ്ധിക്കാനല്ലേ വക്കീലെ ഞാനിവിടെ ഇരിക്കുന്നത്. പ്രൊസീഡ്. വട്ടകത്തിൽ ഗോവിന്ദൻകുട്ടിയെ സുഖമാണോ? സുഖമാണ് സാറേ. രാത്രിയിലൊക്കെ ചില സഞ്ചാരങ്ങളുണ്ടല്ലേ? നമ്മളാണുങ്ങൾക്ക് രാവും പകലൊന്നുമില്ലല്ലോ സാറേ. ഞാൻ ഏത് രാത്രിയിൽ ഞാൻ ഇറങ്ങി നടക്കാറുണ്ട്. ഈ ഇരുട്ടുവാക്കിന് ഇറങ്ങി നടക്കുമ്പോൾ പക്ഷെ സൂക്ഷിക്കണം. ഈ പ്രളയം കഴിഞ്ഞ പിന്നെ അങ്കമാലി, കറുകുറ്റി ഭാഗങ്ങളിൽ ഈ ഇഴജാതികൾ കൂടുതലാണ്. അപ്പോൾ ഒരു ടോർച്ചോ ഒരു വെട്ടമോ ഒരു ചൂട്ടോ ഒക്കെ കരുതണം. ഞാൻ ടോർച്ചൊന്നും ഉപയോഗിക്കില്ല സാറേ.
എനിക്കൊരു സിഗരറ്റിന് വെളിച്ചുണ്ടെങ്കിൽ അത് മതി. ഒറ്റ നടത്തോ ആ വെളിച്ചം വെച്ച്. ആ വെളിച്ചം മതി, അത് മതി. കൃത്യമായിട്ട് കാണാം. കാണാൻ പറ്റും. ആ കോടതി മുമ്പാകെ കൊടുത്ത മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഉറച്ചിക്കണം സാറേ. ഉറച്ചു നിൽക്കുന്നു. ഈ 2019 ഓഗസ്റ്റ് മാസം 4-ാം തീയതി രാത്രി ഏകദേശം ഒരു 12 മണി ഹോട്ടൽ തൊഴിലാളിയായ നിങ്ങൾ ഹോട്ടലിലെ ജോലി കഴിഞ്ഞ് ഹോട്ടലിന് പിന്നിലുള്ള വഴിയിലൂടെ ഒരു മണ്ണിട്ട വഴിയിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. അപ്പൊ അതേ വഴിയിൽ വെച്ച് നിങ്ങളുടെ ഹോട്ടലിന്റെ ഉടമ ദിവാകര പൊതുവാളിനെ ഈ നിൽക്കുന്ന എന്റെ കക്ഷി രവീന്ദ്രൻ മേനോൻ മഴു പോലെയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത് കണ്ടു സാറേ. വ്യക്തമായിട്ട് കണ്ടതാണ് സാറേ. സാറിനോട് നോക്കേണ്ട വല്ല കാര്യമുണ്ട് സാറേ. കണ്ടതാണ്. അപ്പൊ ഈ ഹോട്ടലിനും ഗോവിന്ദൻകുട്ടിയുടെ വീടിനും ഇടയ്ക്ക് എത്ര വീടുണ്ടാവും? ഒരു 3-4 വീടുണ്ടാവും. 3-ഓ 4-ഓ? വനജ, ലക്ഷ്മി, മോളി 4 വീടുണ്ടാവും. വനജ, ലക്ഷ്മി, മോളി 4 വീട്. 4 വീട്. യുവർ ഓണർ, ഫലത്തിൽ 4 വീടില്ല, 3 വീട്. ഈ 4-ാമത്തെ വീട്ടിൽ സംഭവം നടക്കുന്ന സമയത്ത് ആൾ താമസമില്ല. അതൊരു വാടക വീടായിരുന്നു. സിസിലി മലയാറ്റൂർക്ക് മാറിപ്പോയതാ. സിസിലി മലയാറ്റൂർക്ക് വീട് മാറിപ്പോയി യുവർ ഓണർ. ഈ വഴിയിൽ ഹോട്ടലിനും ഗോവിന്ദൻകുട്ടിയുടെ വീടിനും ഇടയ്ക്ക് എല്ലാ വീടുകളിലും ലൈറ്റ് ഉണ്ടാവും. ഐറ്റങ്ങളൊക്കെ 9 സീൽ കഴിഞ്ഞാൽ ശവം. ശവം ലൈറ്റ് അണിച്ച്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അസംബന്ധ ചോദ്യങ്ങളാണ് വെറുതെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ടു ദ പോയിന്റ് പ്ലീസ്. അപ്പോൾ ഈ ഗോവിന്ദൻകുട്ടി രാത്രി ഹോട്ടലിലെ പണി കഴിഞ്ഞ് 12 മണി അടുപ്പിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കയ്യിൽ ടോർച്ച്, ചൂട്ട്, മറ്റു വെളിച്ചം ഒന്നും ഉണ്ടാവാറില്ല. സിഗരറ്റിന്റെ വെളിച്ചം മതി, വ്യക്തമായിട്ട് കാണാം സാറേ. കർക്കിടവാവിന് എങ്ങനെ ബലിയിടാറുണ്ടോ പിതൃക്കൾക്ക്? കാട്ടുവഴിക്കുന്ന പാവസങ്കടം സാറേ. പെണ്ണുമ്പോൾ പോവാറുണ്ട്, ഞാനാ വഴിക്കുന്ന പോവാറില്ല യുവർ ഓണർ. 2019 ഓഗസ്റ്റ് മാസം 1-ാം തീയതി കർക്കിടക ഭാവമാണ്, അമാവാസി. കൃത്യം നടക്കുന്നത് 2019 ഓഗസ്റ്റ് മാസം 4-ാം തീയതി. നാട്ടുവെളിച്ചമില്ല, നിലാവ് മിനിമം, അർദ്ധരാത്രി. യുവർ ഓണർ, എക്സിബിറ്റ് 1. കൃത്യം നടന്ന വഴിയിൽ കഴിഞ്ഞ 2.5 വർഷമായി സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നു. കറുകുറ്റി KSEB ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ റിപ്പോർട്ടാണ്. യുവർ ഓണർ, എക്സിബിറ്റ് 2. പൗരസമിതിക്കാർ കറുകുറ്റി പഞ്ചായത്തിലും KSEBയിലും എഴുതി കൊടുത്ത പരാതികളുടെ അറ്റസ്റ്റഡ് കോപ്പീസാണ്. ഗോവിന്ദൻകുട്ടി അതിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലേ? ഞാനായിരുന്നു മെയിൻ ആളായിരുന്നു ഞാനായിരുന്നു. യുവർ ഓണർ, എക്സിബിറ്റ് 3. ഈ കറുകുറ്റി സെന്റ് മേരീസ് പള്ളിയിൽ കഴിഞ്ഞ 2018 നവംബർ 19 നടന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിൽ ഗോവിന്ദൻകുട്ടി ചികിത്സാ സഹായം തേടിയിട്ടുണ്ട്. യുവർ ഓണർ, എക്സിബിറ്റ് 4. ഷോർട്ട് സൈറ്റിന്, ദൂരക്കാഴ്ചയില്ലാത്തതിന് അസ്റ്റിഗ്മാറ്റിസം ഫോർ ആൻ ഇൻഹെറന്റ് ഡിസ്ലൊക്കേഷൻ ഓഫ് ദി കർവ് ഓഫ് ദി റെറ്റിന. ഗോവിന്ദൻകുട്ടിക്ക് ഡോക്ടർ കണ്ണട കുറിച്ച പ്രിസ്ക്രിപ്ഷന്റെ കോപ്പി. യുവർ ഓണർ, എക്സിബിറ്റ് 5. പള്ളി വികാരിയിൽ നിന്ന് സൗജന്യമായി ഗോവിന്ദൻകുട്ടി കണ്ണട സ്വീകരിക്കുന്ന ചടങ്ങിന്റെ ഫോട്ടോ. കണ്ണട വീട്ടിൽ വെച്ചിട്ട് പോരാൻ പറഞ്ഞു വക്കീല്. യുവർ ഓണർ, കൃത്യം നടന്നത് അമാവാസി കഴിഞ്ഞ് 4-ാം ദിവസം രാത്രി 12 മണി. വീട്ടുവിളക്കുകളോ വഴിവിളക്കുകളോ ഇല്ല. യുവർ ഓണർ, ഒരു കത്തുന്ന സിഗരറ്റിന്റെ വെളിച്ചം പരമാവധി എത്തുന്നത് 4-ഓ 5-ഓ മീറ്ററാണ്. താൻ നിൽക്കുന്നിടത്ത് നിന്ന് 20 മീറ്റർ അപ്പുറം നടന്ന കൃത്യം. വഴിവിളക്കുകളില്ല, കയ്യിലൊരു ടോർച്ചില്ല, ദൂരക്കാഴ്ചയില്ലാത്ത ഗോവിന്ദൻകുട്ടി കൃത്യമായിട്ട് കണ്ടു. യുവർ ഓണർ, ജീവിതത്തിൽ ഒരിക്കലും മുഖാമുഖം നേരിട്ട് കണ്ടിട്ടില്ലാത്ത എന്റെ കക്ഷിയുടെ മുഖം കോടതി മുൻപാകെ ഓർമ്മിച്ചെടുക്കാൻ പാകത്തിൽ, കോടതി മുൻപാകെ തിരിച്ചറിയാൻ പാകത്തിൽ ദൂരക്കാഴ്ചയില്ലാത്ത ഗോവിന്ദൻകുട്ടി വ്യക്തമായിട്ട് കണ്ടു. ദിവ്യ ചക്ഷുസാണ് യുവർ ഓണർ. ശരിക്കും കണ്ടു? ശരിക്കും കണ്ടോ? ഒരു ഒരു മിന്നായം പോലെ കണ്ടു. അവ്യക്തമായ കാഴ്ച. A totally distorted vision, a totally distorted visual. Your Honor, this case is absurd and unfounded. കെട്ടിച്ചമച്ച കേസാണ് യുവർ ഓണർ. എന്റെ കക്ഷി നിരപരാധിയാണ്. That's all, Your Honor. നിങ്ങൾ പിന്നെ വക്കീലിനെ കണ്ടിട്ട് വന്നാൽ എന്താ ഇവിടെ? ഇന്നെന്തായിരുന്നു പകടുകളി? ഒരു ചെറിയ കടുവയെ ഒന്ന് കുഞ്ഞാടാ. എന്താടാ? അപ്പൊ ഒരു കാര്യം പറയാനുണ്ട്. എന്തോ പേഴ്സണലായിട്ടിരുന്നാലോ? ഓഫീസിലേക്ക് വാ. സീരിയസ്? അപ്പൊ എനിക്കൊരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യണം. എന്തിന്? നമ്മുടെ സാമങ്ങളുടെ മരണത്തിന് കാരണക്കാരായ ആളുകളെ ഒന്ന്, സാമങ്ങളുടെ മരണത്തിന് പിന്നിലുള്ള ആളുകളെ കണ്ടുപിടിക്കണം. അതിനൊരു പുനരന്വേഷണം അത്യാവശ്യമാണ്. അപ്പ പിന്നെ നീ അത് ഇതുവരെ വിട്ടില്ലേ?
അപ്പൊ ഐ എം ഡാം ഷുവർ ഇറ്റ്സ് നോട്ട് എ സൂയിസൈഡ്. വിനു, നിന്റെ ഈ സാമങ്ങളുടെ മരണം ഇറ്റ്സ് എ ക്ലീൻ കേസ് ഓഫ് സൂയിസൈഡ്. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത് തന്നെയാണ് ഫോറൻസിക് റിപ്പോർട്ട്സ്. ഇത് രണ്ടും ശരിവയ്ക്കുന്ന റിപ്പോർട്ട്സാണ് പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. സോ ദർ ഇസ് നോ സ്പേസ് ടു സസ്പെക്ട് എനിത്തിങ്, നോ കോസ് ഓഫ് ഇൻട്രൂഷൻ. അപ്പാ, വാട്ട് ഇഫ് ദ ട്രൂത്ത് ഇസ് സംതിങ് ഡിഫറെന്റ്? സോ വാട്ട്? വിനു, സാം പീറ്ററിന്റെ മകനില്ലാത്ത കൺസേൺ നിനക്ക് എന്തിനാണ് ഈ കേസിൽ? നീ ഇപ്പൊ കമ്പനി പോയിട്ട് എത്ര ദിവസമായി? നീ എന്നോട് ഷെയർ ചെയ്തിരുന്ന നിന്റെ ഡ്രീംസ്, നിന്റെ പ്രോജക്റ്റ് എന്തായി? ഇറ്റ്സ് ടൈം യു ഫോക്കസ്ഡ് ഓൺ യുവർ ബിസിനസ്. അപ്പനെ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വേറെ നല്ല എഫിഷ്യന്റ് വക്കീലിനെ ഏൽപ്പിച്ചോ. താങ്ക് യു. വിനു, ഇവിടെ 10 പൈസയുടെ ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു കേസിന് വേണ്ടി സമയം കളയാൻ എനിക്കിപ്പോ മനസ്സില്ല. പണ്ടുണ്ടായിരുന്നല്ലോ അഡ്വക്കേറ്റ് പോൾ ആൻഡി, മാറിപ്പോയി. അപ്പാ, ഒരിക്കലെങ്കിലും വെർജിൻ ട്രൂത്തിന് വേണ്ടി നിൽക്ക്. എനിക്കെന്നെ പഴയ പേ മതി. അല്ല, നിന്റെ ഉദ്ദേശം എന്താ? ശ്യാമ, ഞാൻ ഓഫീസിലേക്ക് വരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. സാമങ്ങളുടെ കാര്യം തീരുമാനമാവാൻ തരെ എനിക്ക് കുറച്ച് സമയം വേണം. എടാ, അത് ഓൾറെഡി തീരുമാനമായ കേസല്ലേ, പിന്നെ നീ ആയിട്ട് എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? എടാ, സാമകൾ മരിച്ച കാര്യം പോലും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എടാ, ഞാനൊരു പൊതു താല്പര്യ ഹർജി കൊടുത്താൽ ആലോചിക്കാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യം പെൺകൊച്ചിന്റെ പുറകെ, ഇപ്പൊ മരിച്ചുപോയ അങ്കിളിന്റെ പുറകെ. അല്ല, കമ്പനിയുടെ കാര്യത്തിൽ നിനക്ക് എന്ന് താല്പര്യം ഉണ്ടാവും? എടാ, നിന്നെ വിശ്വസിച്ചാൽ ഞാൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയേക്കണേ. എടാ, ഞാൻ ലീവിന് വന്നതിന് ശേഷം പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഡീല് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അതില്ല. നമ്മുടെ ടീംമേറ്റ്സ് ആരെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്, എന്നാലും എന്നാ ദ പ്രൊജക്ട് വിൽ ഗെറ്റ് മെച്ചുവർഡ് വെൽ. ആയാ മതി. എൻ്റെ കുറേ കാശ് ഇൻവെസ്റ്റ് ചെയ്താലടാ, അതിൻ്റെ ഒരു ടെൻഷൻ. എടാ, ഒരു കോഫി കൂടി ഞാൻ പറയട്ടെ? വേണ്ടല്ലേ? എന്നാ ഓഫീസിൽ കാണാം. ശരിടാ, ഓക്കെ, പോട്ടെ.